സാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതോ സുവർണ്ണ താരകം സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതോ സുവർണ്ണ താരകം സ്വർഗവാതിൽ കിളി തേടി തീരാത്തെ മൊഴികൾ നാദം നാദം മൃദുവായി കൊഴിയും നിലവിൽ പോലും മെല്ലെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്രചിന്ത മെല്ലെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്രചിന്ത ശ്യാമാംബരം ചിത്രാങ്കണത്തിലെ കാവിൽ പൊന്നാളമാടി നിന്നു കാടാറുമാസം പൊരുളിനു നാടാറുമാസമായി ചിത്രാങ്കണത്തിലെ കാവിൽ പൊന്നാളമാടി നിന്നു കാടാറുമാസം പൊരുളിനു നാടാറുമാസമായി പുതുമിന്നൽ കൈവള ചാർത്തി രാഗോന്മാദിനികൾ നാദം നാദം സുരഭി മന്ത്രം തെളിയും പോലെ അരികിൽ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്രചിന്ത അരികെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്രചിന്ത ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല് ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല് ശ്യാമാംബരം കല്യാണി, എന്തോ സത്യം പറയണെങ്കിൽ കല്യാണിയുടെ സൗണ്ടിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. അത്രയും അത്രയും സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചിമാരത്തെ ചോദിക്കാം. അമ്മു, കല്യാണി നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല കല്യാണിൻ്റെ പെർഫോമൻസിൽ. കല്യാണിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പോട്ടെ. എപ്പോഴും നല്ല നല്ല പെർഫോമൻസ് നമ്മളെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെ പറയിപ്പിക്കാൻ സാധിക്കട്ടെ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു കല്യാണി. ഐ റിയലി ലവ് യുവർ വോയിസ്. താങ്ക് യു ആൻഡ് നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. നല്ല രീതിയിൽ പാടി. ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. കീപ് ഇറ്റ് അപ്പ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. സൗഭാഗ്യ ചേച്ചി. കല്യാണി, ആസ് യൂഷ്വൽ യു ഹാവ് ഡൺ എ ബ്രില്യൻറ്റ് ജോബ് ടുഡേ. നന്നായിട്ട് പാടി. അതേ ആ ഫീലൊന്നും കളയാണ്ട് ഇങ്ങനെ എല്ലാ എപ്പിസോഡിലും മോളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് വാസ് എ വെൽ സങ് സോങ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നന്നായിട്ട് പാടി. ആൻഡ് മോൾക്ക് ഒരു ഓണസ്റ്റ്ലി മോൾക്ക് തോന്നണമെങ്കിൽ ഈ ഒരു പാട്ടിൽ എവിടെയെങ്കിലും മോൾക്ക് കറക്റ്റ് ചെയ്യാൻ തോന്നിയെങ്കിൽ അത് ഏത് പോർഷൻ ആയിരിക്കും? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ചില സ്ഥലത്ത് കുറച്ച് പിച്ച് ഔട്ട്സ്. അതാണ് എനിക്ക് തോന്നിയത്. മോളത് അറിയണുണ്ടോ അതോ ബ്ലിസ്ഫുള്ളി ഇഗ്നറൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. യു ഷുഡ് നെവർ ബി ബ്ലിസ്ഫുള്ളി ഇഗ്നറൻറ്റ് അബൌട്ട് യുവർ ടാലൻറ്റ്. അത് അറിയണം. എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വി ഷുഡ് റിയലൈസ് ദാറ്റ്. എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകണം. എനിവേസ് യു ആർ എ ബ്രില്യൻറ്റ് സിംഗർ. കണ്ടിന്യൂ യുവർ ഗുഡ് വർക്ക്. താങ്ക് യു. വിവേകേട്ടാ, ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നല്ല ക്ലാരിറ്റി ആയിട്ടുള്ളൊരു വോയിസ് ആണ് കേട്ടോ. അത് ഭയങ്കര ഒരു ഗിഫ്റ്റാണത്. കാരണം വളരെ മനോഹരമായിട്ട് ഏത് പാട്ടെടുത്താലും
ഭയങ്കര നന്നായിട്ട് പാടുമ്പോഴും നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര സുഖമായിരിക്കും ഈ വോയിസ്. അങ്ങനത്തെ ഒരു വോയിസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര നന്നായിട്ട് പാടാം, നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ പാടി. പിന്നെ ഈ സൗഭാഗ്യ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ചെറിയൊരു കോൺഫിഡൻസ് കുറവ് പോലെ എനിക്കും ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും വളരെ ഭംഗിയായിട്ട് പാടി. ഇവിടെ കേൾക്കാൻ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു വോയിസ് ഭയങ്കര ക്യൂട്ട് വോയിസ് ആണ്. താങ്ക് യു. കല്യാണിന്റെ സോങ് സെലക്ഷൻസും നല്ലതാണ്. കല്യാണി എവിടെ കിട്ടുമ്പോ ചുമ്മാ വെറുതെ എവിടാൻ തോന്നില്ല. എന്തെങ്കിലും ലാസ്റ്റ് ടൈമിലെ പോലെ ഏതെങ്കിലും ഒരു ഹിന്ദി സോങ് പ്രിപ്പയർഡ് ആണോ? ജസ്റ്റ് 2 lines. ഇല്ല, ഇപ്രാവശ്യം ഒരു പണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ പണിയുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് പണി? റിംഷയ്ക്കുള്ള പണിയാണോ? എന്തോ റിംഷയ്ക്കുള്ള പണിയാണോ? രണ്ടാക്കുണ്ട്, രണ്ടു ഇവര് രണ്ടുപേർക്ക് നമ്മളില്ലല്ലേ? അങ്ങനെയല്ല. ഉണ്ട്. അമ്മു എന്താണ് ചോദിക്കും? എന്താണ് ഞാൻ എന്തിനും റെഡിയാണ്, പറയൂ. Come on. ആദ്യത്തെ കാര്യം കാണിച്ചതാ. ഒരു കൈ ഡയഗണലി സ്നാപ്പ് ചെയ്യാം. ഓക്കെ, മറ്റേ കൈ ട്രയാങ്കിളായി സ്നാപ്പ് ചെയ്യാം. മറ്റേ കൈ triangle. ഇത് ടിക്ടോക്കിൽ വന്നപ്പോഴേ ചെയ്ത് പഠിക്കണം. ടിക്ടോക്ക് ചാലഞ്ച് ആയിരുന്നു അന്ന്. ഞാൻ ഈസി ആയിട്ട് എടുത്ത് വിട്ടു. വേണ്ട, ഈ ചാലഞ്ച് നമ്മൾ ചെയ്യണ്ടെന്ന് കേട്ട്. ദാ, ഐ ആം ഡൂയിങ് ഇറ്റ്. ഒരേ സൈസ് ഒരേ size ആവണം. ഒരേ ഒന്ന് ഡയഗണൽ ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ. ഇത് രണ്ട് ട്രയാങ്കിളാ. ഇല്ല, ഐ ആം ഡൂയിങ് ദിസ് നോ. ദാ, ഇല്ല, one is diagonal and other is triangle. ദാ. ഐ ആം ഡൂയിങ് ഇറ്റ് ട്രയാങ്കിൾ. നോ, വാട്ട് യു ആർ ഡൂയിങ്? വിവേകേട്ട ശരിയാണ് തോന്നുന്നു. ഒന്നൂടെ Correct ആ. ഒന്നൂടെ. റിയലി? ഇത് രണ്ടും ഡയഗണൽ. വാട്ട് ഈസ് ഡൂയിങ്? ഇല്ല, വിവേകേട്ട തെറ്റല്ലേ ചെയ്യുന്നത്? ഷേപ്പാണ്. ഇല്ല, correct അല്ലേ? അല്ല, പിന്നെ അത് ട്രയാങ്കിള് ശരിയായില്ല. ട്രയാങ്കിൾ ശരിയായി നോക്കി. ഈ കൈ ട്രയാങ്കിൾ ആണ്, ഇത് ഡയഗണൽ. ആ, മനസ്സിലായി. ഇത് മോളെ triangle, ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിൽ isosceles ട്രയാങ്കിൾ ആണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മോൾ ഉദ്ദേശിക്കുന്നത് മറ്റേ എല്ലാ Right triangle. ട്രയാങ്കിൾ ആണ്. ഇതിപ്പോ അക്യൂട്ട് ട്രയാങ്കിൾ. നടക്കില്ല വിവേകേട്ട. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോ ട്രയാങ്കിൾ ആണോ? അത് മതി. അതല്ലല്ലോ, പെട്ടെന്ന് നോക്കിയപ്പോ triangle തോന്നിയില്ലല്ലോ. ശരി, അടുത്ത ട്രിക്ക് പറയൂ. അത് ഞാൻ അവിടെ വന്ന് ചോദിച്ചത്. കൈ ആദ്യം ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് 360 ഡിഗ്രിയിൽ കറക്കുക. Means ഇതേ പൊസിഷനിൽ തിരിച്ചു വരണം. ഇങ്ങനെ Oh my god. ഇങ്ങനെ വെക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 360 ഡിഗ്രി കറക്കുക. എന്റെ പൊന്നെ. Come on, you can do it. കറക്കൂ. കുറച്ചുകൂടെ കറങ്ങട്ടെ. ചേട്ടാ കറക്കാതെ സ്റ്റിയറിംഗ് മാത്രമേ കറക്കുള്ളൂ. അതേ കറങ്ങത്തില്ല മര്യാദ. 360 ഡിഗ്രി കൈയും സ്റ്റിയറിംഗും എല്ലാം കറങ്ങണം. വാവ്, അമ്മ കണ്ടു, അമ്മ ചെയ്തു. വാവ്, കണ്ടതാ. ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റില്ല ചിലപ്പോൾ. നോക്ക്, ഞാൻ ഇതാ കണ്ട. Come on, സൗഭാഗ്യ ചേച്ചി. 360. അത് കുറച്ചുകൂടെ വരട്ടെ. ഇത് തിരിച്ച് ഇവിടെ തന്നെ point. അങ്ങനെയല്ല, അത് കളി. ഇങ്ങനെ എന്നിട്ട് അത് തിരിച്ച് വിവേകേട്ടന്റെ കറങ്ങി പുതിയ ഇവിടെ ട്രിക്കാ. വാ 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 വാ. അത് പൊളിക്കും. കാഷ്വാലിറ്റി. കല്യാണി കാണിച്ചു ഒരു മിനിറ്റ്. ഫയർ എന്തായാലും വളരെ നന്നായിരുന്നു കേട്ടോ. കയ്യിലൊന്നും എല്ലില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ കല്യാണി ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് താങ്ക് യു. കല്യാണി, അപ്പോ ഇതിൽ അടിപൊളി ചെയ്യാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.